കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ അമേരിക്ക കടൽ ചെമ്മീനുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് മൂലം കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യവ്യവസായത്തിനും കോടികളുടെ നഷ്ടം. ആമകൾ വലയിൽ നിന്ന് പുറത്തു പോകാൻ വലയിൽ ടെർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് ഘടിപ്പിച്ചാൽ വിലക്ക് തീരും. എന്നാൽ ആമകൾക്കൊപ്പം മത്സ്യങ്ങളും നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് ബോട്ട് ഉടമകൾ. പരിഹാരം ആവശ്യപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം.പി. കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. 2019 മുതൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയിലെ കടൽ ചെമ്മീനിന്റെ ഇറക്കുമതി നിരോധനം തുടരുന്നു. കടലിൽ നിന്നും എടുക്കുന്ന നാരൻ, കാര, പൂവാലൻ, കിഴന്തൻ, ചൂടൻ, കുഴിക്കാര, കരിക്കാടി ചെമ്മീനും നിരോധന പട്ടികയിൽപ്പെടുന്നു. ചെമ്മീൻ പിടിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകളിലെ വലകളിൽ കടലാമകളെ രക്ഷിക്കാൻ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് ഘടിപ്പിക്കാത്തതിനാൽ കടലാമകളുടെ വംശനാശം സംഭവിക്കുന്നുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയുടെ നിരോധനം. ടെഡ് സ്ഥാപിക്കാത്ത രാജ്യങ്ങളിൽ നിന്ന് കടൽ ചെമ്മീൻ അമേരിക്ക ഇറക്കുമതി നിരോധിച്ചു. എന്നാൽ ടെഡ് അശാസ്ത്രീയമാണെന്ന നിലപാടിലാണ് ബോട്ടുടമകൾ. ടെഡ് പിടിപ്പിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷ് ലോസ് ഉണ്ടാവുന്നുണ്ട്. കാരണം ടെഡ് വരുമ്പോഴത്തേക്ക് ടെഡിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെ നമ്മുടെ ഈ കോടൻ്റിനകത്ത് കയറുന്ന നല്ല ശതമാനം മത്സ്യം അതിനകത്ത് നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ടെഡ് ഞങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരും സമ്മതിക്കുന്നു, ഇതിലൂടെ ഫിഷ് ലോസ് ഉണ്ടാകുന്നു. മറ്റൊന്ന്, ഈ ടെഡ് എന്ന് പറയുന്ന ഏകദേശം ഒരു 10 കിലോയ്ക്കടുത്ത് വെയിറ്റ് വരുന്ന ഒരു ഡിവൈസാണ് ഈ മെറ്റൽ ഉപയോഗിച്ച് ചെയ്യുന്ന. ആ മെറ്റൽ ഉപയോഗിക്കുന്ന ഡിവൈസ് നമ്മുടെ കോടൻ്റിൽ കെട്ടിവെക്കുമ്പോൾ അത് ഉണ്ടാകുന്ന ഡ്രാഗിലൂടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിലൂടെ ഫ്യൂൽ കൺസംഷൻ വീണ്ടും കൂടാൻ സാധ്യതയുണ്ട്. ടെഡുമായി ബന്ധപ്പെട്ട് അതൊരു നയപരമായ വിഷയമാണ്. ഈ സംസ്ഥാന ഗവൺമെൻറ് അല്ല ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കേണ്ടുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും അമേരിക്കയുമായി നയപരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് അതിന് പരിഹാരം കാണേണ്ടതാണുണ്ട്. അപ്പോൾ ഈ ആമയുടെ ഒരു വിഷയത്തിൽ ഈ കേരളം അതിൽ വളരെ കുറവാണ്. ഏറ്റവും അധികം നമ്മുടെ രാജ്യത്ത് ആമയുടെ ആവാസ മേഖലയായി കാണുന്നത് ഒറീസയും ബംഗാളും അടക്കമുള്ള കിഴക്കൻ മേഖലകളാണ്. ടെഡ് വെക്കാതെ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. ചെമ്മീൻ കയറ്റുമതി നിർത്തിയതോടെ പിടിക്കുന്ന ചെമ്മീനിന്റെ വില കുത്തനെ ഇടിഞ്ഞു. കടലിൽ പോയി കിട്ടിയത് കൊണ്ട് വന്നിട്ട് ഇവിടെയെങ്ങും ആർക്കും വേണ്ട. 1 രൂപ പോലും 2 ദിവസം അധ്വാനിച്ചെന്നും പറഞ്ഞ് ഈ തൊഴിലാളികൾക്ക് കിട്ടിയില്ല. ഇതിൽ കൂടുതൽ മുതലാളിമാരും ആത്മഹത്യയുടെ വക്കിലാണ്. ഇത് കാര്യം എന്ന് പറയുമ്പം ഇതിൻ്റെ റിപ്പയർ പണിക്ക് തന്നെ ഇച്ചിരി ഉമ്മണി കാശൊന്നുമല്ല. അതേപോലെ പട്ടിണി കിടക്കുക ഞങ്ങളും. 2022-23 സാമ്പത്തിക വർഷത്തിൽ $8.09 ബില്യൺ വരുമാനം ഇന്ത്യ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിന്ന് നേടി. ഇതിൽ $5.5 ബില്യൺ കടൽ ചെമ്മീൻ കയറ്റുമതിയിൽ നിന്നായിരുന്നു. അതിൽ 1500 കോടിയുടെ കയറ്റുമതി കേരളത്തിൻ്റെതും. അമേരിക്കയുടെ നിരോധനം മുതലെടുത്ത് ഇന്ത്യയിൽ നിന്ന് ചെമ്മീൻ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ പരമാവധി വില കുറച്ച് ചെമ്മീൻ വാങ്ങുന്ന തന്ത്രവും പയറ്റുന്നു. എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചോളം വളരെ ദുഷ്കരമായ ഒരു ഫേസിൽ കൂടെ ഇപ്പോൾ പോവാണ്. മത്സ്യത്തൊഴിലാളികൾ അതിലും ബുദ്ധിമുട്ടിലാണ്, അവർക്ക് വില കിട്ടുന്നില്ല. ഇതിന് ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ US ഗവൺമെൻറ് വന്ന് ടെഡ് സർട്ടിഫൈ ചെയ്ത് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ US അയച്ചാലും ഇല്ലെങ്കിലും മറ്റ് മാർക്കറ്റ്സിനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും. ഇന്ത്യയിൽ നിന്നുള്ള കടൽ ചെമ്മീൻ കയറ്റുമതി നിരോധനം പിൻവലിക്കുന്നതിന് അമേരിക്കയുമായി ഉന്നതതല നയതന്ത്ര ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം.പി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന് കത്തയച്ചിരുന്നു. സമുദ്രോൽപ്പന്ന കയറ്റുമതി വ്യവസായത്തെ തകർക്കുന്നതിനെതിരെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടവരുടെ യോഗം കേരള സർക്കാരും വിളിച്ചു ചേർത്തിരുന്നു. ആഗോളവൽക്കരണ നയങ്ങളും ആസിയാൻ കരാർ ഇതുപോലെയുള്ള കരാറുകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ സമ്പദ്ഘടനയെ വളർത്തും, അത് പരിപോഷിപ്പിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ചെയ്തവരെല്ലാം വിശ്വസിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ മിഴിച്ചിരിക്കുകയാണ് ഇന്ത്യ. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.